പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ വിളിച്ചത് ഔപചാരികമായി പറയാൻ ഇവിടെ ആരുമില്ല. ആകെ ഉള്ളത് ഭാസ്കര ഇലക്ട്രിക്കൽസിലെ സുരേഷ് ബാബുവാണ്. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തൊരു ബന്ധം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ അജിയാണ് ഇവിടത്തേക്കുള്ള സാധനങ്ങളെല്ലാം തരുന്നത്. അതിനപ്പുറത്ത് ഭാസ്കര ഇലക്ട്രിക്കൽസുമായി എൻ്റെ അച്ഛനുണ്ടായിരുന്നൊരു വലിയ ബന്ധമുണ്ട്. ഞാൻ അവിടെ വരുമ്പോൾ ഒരിക്കലും അത് പറയാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മളോടൊപ്പം കൂട്ടിയ, നമ്മളെ നമ്മളാക്കിയ, നമ്മൾക്കെല്ലാ സഹായവും ചെയ്ത പ്രിയപ്പെട്ട ഷാജഹാൻ സാറ് ഒരു വലിയ അശ്വമേധം കഴിഞ്ഞ് ഇവിടെ എത്തിയ ദിവസമാണ്. ഞാനൊക്കെ ഈ ചെറിയ ഏറ്റവും താഴത്തെ തട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരാണ്. ബൂത്ത് ഏജൻ്റായിട്ടും ഏജൻ്റായിട്ടും അടി കൊള്ളാനും അടി കൊടുക്കാനും ഒക്കെ നടന്നിട്ടുള്ളവരാണ്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം അടി ഉറപ്പാണ്. അടി കൊടുക്കാൻ പറ്റുന്ന നമ്മൾ കൊടുക്കും, വാങ്ങിക്കാൻ പറ്റുന്നിടത്ത് ഓടി രക്ഷപ്പെടും. ഇതാണ് പതിവ്. പക്ഷെ ഒരടി നടക്കാതെ ഒരു ഇലക്ഷൻ നടന്നത് ആദ്യമായിട്ടാണ്. അതിന് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണ്ടേ? വേണ്ടേ? തീർച്ചയായും വേണം. ഞാൻ ഷാജഹാൻ സാറിനെ വിളിച്ചു. സാറെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വിഷമം തോന്നേണ്ട, ആ പദവിക്ക് കൊടുക്കുന്നൊരു ബഹുമാനമാണ്. എന്നെയും സാറേന്ന് വിളിക്കുന്നത് ഞാൻ ടീച്ചർമാരുടെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പം 10-40 കൊല്ലം കൂടെ ഉണ്ടായിരുന്ന ആളിനെ അങ്ങനെ സാറേന്ന് വിളിക്കുന്ന സംശയം തോന്നണ്ട. അപ്പോൾ ഞാൻ രാവിലെ വിളിച്ചിട്ട് ഇന്ന് 4 മണിക്ക് മുമ്പ് എത്താൻ പറ്റുമോ? ഞാൻ കറക്റ്റ് 4 മണിക്ക് എത്തും. 4:30 മണിക്ക് തന്നെ എന്നെ വിട്ടേക്കണം. ആ വലിയ തമാശ കെട്ടി ഞാൻ ചിരിച്ചുപോയി. കാരണം ഒരു സ്കൂൾ ഡേക്കും ചീഫ് ഗസ്റ്റിനെ കിട്ടാൻ വലിയ പ്രയാസമാണ്. എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ കേട്ട് തീർന്ന സാധനം ഉണ്ടല്ലോ, പ്രിൻസിപ്പലിൻ്റെ റിപ്പോർട്ട്. അത് മേടിച്ച് ഒരാളും ചീഫ് ഗസ്റ്റായിട്ട് കേൾക്കത്തില്ല. അതൊന്ന് കുറയ്ക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിങ്ങിൽ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ പണിയും ചെയ്ത് നോക്കി. പ്രിൻസിപ്പൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല, കേട്ടിട്ടേ വിടൂ എന്ന് പറഞ്ഞു. അത് ഓർത്തിട്ടാണ് എനിക്ക് ചിരി വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെപ്പോലൊരു ചെയർമാൻ്റെ കീർവാണ പ്രസംഗമുണ്ട്. അതും കൂടെ കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെ ഈ അരമണിക്കൂറിൽ തീർക്കുമെന്ന് ഓർത്തിട്ട് ആണ് എനിക്ക് ആ ചിരി വന്നത്. നമുക്കറിയാം, ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, എല്ലാവരും അവരവരുടെ കൈവെള്ളയിലൊന്ന് നോക്കിക്കേ. എത്ര വിരലുണ്ട്? 5 വിരൽ. 5 വിരൽ ഒരുപോലെയാണോ? അല്ല. ആദ്യം കുഞ്ഞു വിരൽ. നമ്മൾ ആരെയോട് നമസ്കാരം പറഞ്ഞാലും, നമ്മൾ ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചാലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ചെറുവിരൽ. അത് കഴിഞ്ഞാൽ അണിവിരൽ, സ്വർണ്ണ മോതിരമിട്ട് ബ്രഹ്മഹത്യാദി പാപം തീർക്കാൻ എന്ന പേരിൽ സ്വർണ്ണ മോതിരം അണിഞ്ഞ് നടക്കുന്ന അണിവിരൽ. അത് കഴിഞ്ഞാൽ ഏറ്റവും പൊക്കം കൂടിയ നടുവിരൽ. അത് കഴിഞ്ഞാൽ എന്തിനെതിരെയും എന്ത് നല്ല കാര്യത്തിനും കാണിക്കാൻ ഉപയോഗിക്കുന്ന ചൂണ്ടുവിരൽ. ഇതിനെല്ലാം 3 കഷ്ണമാണ്, അല്ലേ? 3 പീസാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ തള്ളവിരൽ, ഏറ്റവും ചെറിയ വിരൽ. പക്ഷെ അതിന് 2 പീസേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പേര് തള്ളവിരൽ എന്നാണ്. ഈ തള്ളവിരലിനൊരു വലിയ പ്രത്യേകതയുണ്ട്. മറ്റൊരു വിരലും കൊണ്ട് വേറെ വിരലിൽ തൊടാൻ പറ്റത്തില്ല. പക്ഷേ ഈ തള്ളവിരലിൻ്റെ എല്ലാ വിരലിലും തൊടാൻ പറ്റും. നിങ്ങൾ തൊട്ട് നോക്കിയേ, ഈ തള്ളവിരൽ കൊണ്ട് ബാക്കി എല്ലാ വിരലിലും തൊടാൻ പറ്റും. അപ്പോൾ തള്ള എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അതിന് തള്ളവിരലെന്ന് പേരിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ സ്കൂൾ ഡേയുടെ തീം TNS ഒരു അമ്മ എന്നതാണ്. ആ അമ്മയുടെ പ്രാധാന്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. ഏറ്റവും ചെറുതായിരിക്കാം, നമ്മുടെ വീട്ടിലെ എല്ലാ ദുഃഖങ്ങളും തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വീട്ടിലെ അംഗമാകാം. പക്ഷേ
ആ തള്ളവിരലിനാണ്, ആ അമ്മയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഈ ഒരു പ്രസംഗത്തിനുള്ള മാറ്റർ തപ്പിപ്പോയപ്പം അബദ്ധവശാൽ ഒരു പേപ്പറിനിടയിൽ നിന്ന് ഒരു പേപ്പർ കൈവത്, എൻ്റെ പേപ്പറല്ല കേട്ടോ, എനിക്ക് തോന്നുന്നത് സന്ധ്യ മാഡത്തിൻ്റെതായിരിക്കും, അടിച്ചു മാറ്റിയതല്ല, വീണതാണ്, തറയിലേക്ക് വീണതാണ്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: അമ്മ ലോകത്തിൻ്റെ ആധാരമാണ്, ആശ്രയമാണ്, ആത്മശാന്തിയാണ്. ആദ്യത്തെ കണ്ണുനീർത്തുള്ളിയും ആദ്യമുണ്ടായ പ്രാർത്ഥനയും ആദ്യത്തെ അഭിലാഷവും ആദ്യന്തം പരാതി പറയാത്ത യാതനയും അമ്മ മാത്രമാണ്. ഒന്നും സ്വന്തമാകാൻ ആശിക്കാത്ത മഹാവ്രതവും ആത്മദാനം ആനന്ദമായി കാണുന്ന യാഗവും അമ്മയിൽ മാത്രമേ ഉള്ളൂ. മനുഷ്യകുലത്തിലെന്നല്ല, ഏത് ജീവജാലങ്ങളിലും അമ്മ തന്നെയാണ് മഹാസ്നേഹവും മഹാശക്തിയും. ജന്മം തരുന്നു, ഗർഭാവസ്ഥ മുതൽ ഉൾച്ചൂടോടെ ആനന്ദത്തോടെ കാവലിരിക്കുന്നു, അന്നമൂട്ടുന്നു, ജന്മാന്ത്യം വരെ പിറകെ അഭയമായി സഞ്ചരിക്കുന്നു. എത്ര അകലെയാണെങ്കിലും കൂടെ ഉണ്ടായിരിക്കുന്നു. മക്കളായി പിറന്നവർക്കെല്ലാം അമ്മയല്ലാതെ ആരുണ്ട് ഏതു തെറ്റും പുറത്ത് പ്രാർത്ഥിക്കാൻ? പെറ്റമ്മയെപ്പോലെയാണ് ഏവർക്കും ജന്മഭൂമിയും ജന്മഭാഷയും. ജനനീ ജന്മഭൂമി സ്വർഗാദപി ഗരയിസി എന്ന് രാമായണം പറഞ്ഞത് അതുകൊണ്ടാണ്. മാതൃസ്മൃതികൾ മാഞ്ഞു പോകുന്നത് ആണ് ഈ കാലം. അമ്മമാരെ ഗംഗാതീരത്ത് വീക്ഷിക്കുന്നു, ഗുരുവായൂരിൽ നടതള്ളുന്നു, വൃദ്ധസദനങ്ങളിൽ അടയ്ക്കുന്നു. അതുപോലെ മാതൃഭൂമി നശിപ്പിക്കപ്പെടുന്നു, മാതൃഭാഷ മറക്കപ്പെടുന്നു. മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ വിനാശം ആരംഭിക്കുകയാണ് ഇവിടെ. നമുക്ക് അമ്മയെ വന്ദിക്കാം, ആദരിക്കാം, ആശ്രയിക്കാം. മാതൃപൂജയിലൂടെ തന്നെ ആത്മപൂജ ചെയ്യാം. തലമുറകളുടെ നിലനിൽപ്പ് ശക്തി ഈ മാതൃപീഠത്തിലാണ്. ജന്മവും ശക്തിയും വാക്കും വഴിയും തന്നെ അമ്മയ്ക്ക് നമസ്കാരം. ഇത് മധുസൂദനൻ നായർ സാർ എഴുതിയ വരികളാണ്. ഇതെങ്ങനെ സന്ധ്യയുടെ കൈ പെട്ടെന്നല്ല വിട്ടാൽ, ഞാനൊരു പേപ്പർ ഇങ്ങനെ എടുത്ത് പന്നിട്ട് സുഖം താഴെ വേണുണ്ട് ഇന്നലെ. അതെ, സാറിന് പോലും അറിഞ്ഞിട്ടുണ്ടോ സാർ ഇത്രയും ഗംഭീരമായിട്ട് സാർ എഴുതിയിട്ടുണ്ടോ എന്ന്. അത് ഇന്ന് ഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ വന്ന് പെടുകയുണ്ട്. ഞാനീ പറഞ്ഞത് TNS ഒരമ്മ എന്ന് പറയുമ്പം ആ അമ്മയുടെ പ്രാധാന്യം, ഞാനും നിങ്ങളുമെല്ലാം തുല്യ ദുഃഖിതരാണ്. ദുഃഖമെന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും വിശദീകരിക്കാൻ കഴിയാത്ത ദുഃഖം പേരെ നടക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ ചലനവും ഓരോ ചെറിയ കാര്യങ്ങളും നമ്മളെ വേദനിപ്പിക്കാറുണ്ട്. 2-3 ദിവസം മുമ്പ് ഒരു കുഞ്ഞ് വളരെ ശാന്തനായിരുന്നു കുറേ ദിവസമായിട്ട്. പെട്ടെന്ന് വൈകുന്നേരം അവനങ്ങ് വല്ലാതെ വയലൻ്റായി. അവൻ കൈ ഉടയുന്നു, കാലുടയുന്നു, അലറുന്നു, വിളിക്കുന്നു. അപ്പോൾ അവൻ്റെ അമ്മ അവനെ വിളിക്കാൻ എത്തിയതാണ്. ഞാൻ അവനെ സാധാരണ പോയി ഇത്തരം അവസരങ്ങളിൽ ആശ്വസിപ്പിച്ചാൽ അവൻ സമാധാനപ്പെടുന്നതാണ്. അന്ന് അതും സാധിച്ചില്ല. എന്നാലും അടുത്തൊന്നും മാറാതെ നിൽക്കുകയാണ്. അവൻ അടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഞാനും ഇങ്ങനെ പിടിക്കുകയും കുട്ടികളെ പറഞ്ഞു വിടുകയും ചെയ്തതിനിടയ്ക്ക് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ആ അമ്മയുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ അമ്മയുടെ വിറയൽ ശരിക്കും അനുഭവപ്പെട്ടു. ഇപ്പോഴും ഞാനത് ഓർക്കുന്നു. എന്തുമാത്രം വിഷമിച്ചിട്ടാണ് ആ അമ്മ ഇവിടെ നിന്നതെന്ന് ഞാൻ ഓർക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ആവാനൊന്നും ഇപ്പോൾ നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ കുഞ്ഞ്, നമ്മൾ ജീവൻ കൊടുത്ത കുഞ്ഞ് നമുക്ക് ഇത്രയും വിഷമങ്ങൾ ഉണ്ടാക്കുന്നല്ലോ എന്ന പ്രയാസം വല്ലാതെ അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. ഒരു 2-3 മാസം മുമ്പ് 10-15 വയസ്സുള്ള നമ്മുടെ ഒരു കുട്ടി, നിങ്ങളാരും അറിഞ്ഞിട്ടുണ്ടാവില്ല, അവൻ്റെ വാപ്പ അവനെ വഴക്ക് പറഞ്ഞു. കാര്യമായ കാര്യത്തിനാണ് വഴക്ക് പറഞ്ഞത്. അവന് ദേഷ്യം ഒറ്റയടി അടിച്ചു. ആ മനുഷ്യൻ്റെ 2 പല്ല് അപ്പോഴേ ഇളകിപ്പോയി. ആ വാപ്പായെ ആശുപത്രിയിലാക്കി. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല അത്. ആ വാപ്പ വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു വിഷയമാണ്. ഇത്തരം അവസ്ഥകളിൽ നിൽക്കുന്ന പേരൻസാണ് നമ്മൾ. ഇത്തരം മാതാപിതാക്കളുടെ മാനസികാവസ്ഥയാണ് നേരത്തെ PTA മീറ്റിങ്ങിൽ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റിനായി, കുഞ്ഞിൻ്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിനായി ഡോക്ടർമാരുടെ മുമ്പിൽ നമ്മുടെ രക്ഷാകർത്താക്കളെ എന്താ പറയുന്നത് എനിക്കറിയില്ല വാക്ക്,
പിച്ചെടുക്കുന്നതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിൽ കൊണ്ട് നിർത്താറുണ്ട് ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ. തെക്കും വടക്കും ഓടിക്കും, പല ദിവസം ഓടിക്കും. ഈ കുഞ്ഞിനെയും കൊണ്ട് അവിടെ പോയി നിൽക്കുന്നതിൻ്റെ പ്രയാസം അനുഭവിച്ചവർക്ക് അറിയാവും. ഇങ്ങനെ ഒരു കുഞ്ഞുള്ള ഒരു ഡോക്ടറാണെങ്കിൽ ആ നിമിഷം അത് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കും. പക്ഷെ കൊടുക്കാറില്ല. വല്ലാതെ വിഷമിപ്പിച്ച്, വല്ലാതെ ബുദ്ധിമുട്ടിച്ച്, പ്രയാസപ്പെടുത്തിയിട്ടേ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുള്ളൂ. ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിൽ പോലും, ജെനുവനാണെന്ന് തോന്നുന്ന കാര്യത്തിൽ പോലും പലതവണ ഓടിച്ചിട്ടേ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുള്ളൂ. നമ്മൾ ഈ സ്കൂൾ തുടങ്ങുന്ന കാലത്താണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന ശ്രീ ഷാജഹാൻ അതിനകത്തൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടത്. ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു. ഈ SS പോർട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്കാലത്ത് അങ്ങനെ വന്നതാണ്. ഇത്തരം കുട്ടികളെ കാണിച്ച് പണമുണ്ടാക്കിയിരുന്ന ഏജൻസികൾ അവരുടെ അഴിമതികളൊക്കെ ഇല്ലാതാക്കി, കുറേയൊക്കെ നിയന്ത്രിച്ച്, കുറേയൊക്കെ കാര്യങ്ങൾ ശരിയാക്കാൻ ആ അവസരത്തിൽ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇനിയും നമ്മൾ ഒരുപാട് ദൂരം നടക്കേണ്ടിയിരിക്കുന്നു. ഞാനിവിടെ പറഞ്ഞു വന്നത് അമ്മ എന്ന സ്ഥാനത്തിൻ്റെ പ്രാധാന്യം ഞാനെപ്പോഴും പറയാറുണ്ട്. തേജസിൻ്റെ വിജയത്തിൻ്റെ പുറകിൽ എൻ്റെ പ്രവർത്തനമൊക്കെ ഉണ്ട്. പക്ഷേ അവൻ്റെ അമ്മ ചെയ്ത പ്രവർത്തനത്തിൻ്റെ 1000-ലൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. അതുപോലെ നമ്മുടെ ടീച്ചർമാർ എന്തുമാത്രം പ്രയാസമുള്ള ഘട്ടത്തിലാണ് ഓരോ ദിവസവും ചെന്ന് ചാടാറുള്ളത്. അവരാ പ്രയാസങ്ങളെയൊക്കെ വളരെ സന്തോഷത്തോടെയാണ് നേരിടാറുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞ ഈ ചില്ലുകൂട്ടിൽ അവർ പോലും തന്നില്ല എന്ന് പറഞ്ഞ ഐസക്ക് എന്നോട് TC ചോദിക്കുമ്പോൾ ഞാൻ ഐസക്കിൻ്റെ കയ്യിൽ തട്ട് കൊടുക്കും, ഇതാണ് ഇവിടുത്തെ TC എന്ന് പറയാറുണ്ട്. ഐസക്ക് ഇപ്പോൾ നമ്മുടെ കുട്ടിയായിട്ടുണ്ട്. ഐസക്ക് പോയി പെട്ട ചില സ്ഥലങ്ങളിലുണ്ടായ വിഷമങ്ങളിൽ നിന്നാണ് ഐസക്ക് അങ്ങനെ ആയിപ്പോയത്. അയാളെയും മാറ്റിയെടുക്കാൻ, അതുപോലെ വിഷമങ്ങളുമായി വന്ന ഒരുപാട് കുട്ടികളെ മാറ്റിയെടുക്കാൻ നമ്മുടെ അധ്യാപകർ കാണിച്ചിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും നമുക്കൊക്കെ അറിയാം. അവിടെയൊക്കെ അതിജീവിച്ചാണ് നേരത്തെ ഈ പറഞ്ഞതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകളും ജോലികളുമൊക്കെ ഈ കുട്ടികൾ എത്തുന്നത്. കഴിഞ്ഞ ദിവസം മാളു ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് എന്നെ വന്ന് കണ്ട രംഗം സത്യത്തിൽ ഒരു വല്ലാത്ത ആവേശകരമായ നിമിഷങ്ങളായിരുന്നു അത്. അവളുടെ ആ സന്തോഷവും, അവൾ ഡിഗ്രി എടുത്തതിൻ്റെ സന്തോഷവും, അത് പ്രകടിപ്പിക്കാൻ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റുള്ള നമ്മുടെ അടുത്തേക്കുള്ള വരവും നമ്മളെ വല്ലാതെ ആവേശപ്പെടുത്തുന്നുണ്ട്. ഞാനെപ്പോഴും ഷാജഹാനോട് പറയാറുണ്ട്, ഷാജഹാനൊക്കെ റിട്ടയർ ചെയ്താൽ വീട്ടിൽ പോയിരിക്കാനേ പറ്റുള്ളൂ. ഞങ്ങളങ്ങനെയല്ല. എൻ്റെയൊക്കെ ജീവിതാവസാനം ഒരുപക്ഷെ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല. വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ അമ്പലത്തിലൊക്കെ പോകുന്ന ആളാണ്, പ്രാർത്ഥിക്കാറുണ്ട്, അതിൻ്റെ മനസ്സമാനത്തിന് വേണ്ടി മാത്രമാണ്. ഒരു ഈശ്വരനിലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മരണാനന്ത ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറുമില്ല. പക്ഷേ ഞാനിപ്പോൾ സ്വർഗത്തിലാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം ഈ കുട്ടികളോടൊപ്പം ജീവിക്കാൻ, ഈ സ്വർഗത്തിൽ ജീവിക്കാനാണ് ഈശ്വരൻ എനിക്ക് അവസാന കാലം അനുവദിച്ചത്. ഈ കുട്ടികൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ നടക്കാത്ത ഒരു കാര്യം ഇന്നുവരെ ഇല്ല. ഞാൻ നേരത്തെ PTA മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ ഈ സ്കൂളിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാതിരിക്കാൻ, അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ എതിലെയാണ് പോകുന്നതെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. അത്തരത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം മനസ്സിനൊരു വലിയ സന്തോഷമാണ്. വിജയിക്കും എന്നുറപ്പുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കാറുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ പ്രാധാന്യം ഞാൻ ഒരുപാട് തവണ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. 23 ക്രോമസോം അമ്മയുടെ നിന്നും 23 ക്രോമസോം അച്ഛനിൽ നിന്നും സ്വീകരിച്ചാണ് നമ്മളൊക്കെ ജനിച്ചത്. പക്ഷേ ഇത് മുഴുവനും വയറ്റിൽ സ്വീകരിച്ച നാൾ മുതൽ ഒന്ന് ആഞ്ഞ് നടന്നാൽ, അമ്മ ആദ്യത്തെ ഒരു മാസം ആഞ്ഞ് നടന്നാൽ നമ്മളില്ലാതായി പോകും. പിന്നത്തെ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അമ്മയുടെ കൈ ഇങ്ങനെ വയറിലൊരു താങ്ങാണ്. കുഞ്ഞ് പുറത്തു പോകുന്ന പേടിച്ചല്ല, പക്ഷേ കുഞ്ഞിനുള്ള സ്നേഹമാണ്. അവനൊന്നും ഒരു കുനുക്കം പോലും വരരുത് എന്ന് കരുതിയാണ് അമ്മ നടക്കാറുള്ളത്. പണ്ട് കവി പാടിയതുപോലെ, ചൂടാൻ മലരും കനമായി തോന്നുന്ന ദോഹത കാലത്തിൽ ചുമന്നിരപ്പോ ഗർഭരതുർഭം സുഖീയന ജനയിത്രി എന്നാണ്. ഒരു പൂ പോലും തലയിൽ ചൂടുന്നത് കനമായി തോന്നിരുന്ന ആ കാലത്ത് പോലും നമ്മളെ സുഖത്തോടെ എൻ്റെ കുഞ്ഞ് എന്ന ഭാവത്തിൽ വയറ്റിൽ ചുമന്ന അമ്മയെ ഒരു കാരണവശാലും ആരും മറക്കരുത്. പ്രസവവേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയാത്തൊരു വേദനയാണത്. ലോകത്തിലെ എല്ലാ വേദനയും കൂടെ ഒരുമിച്ച് വരുന്ന നിമിഷമാണത്. ഒരു സാധാരണ മുറിവുണ്ടാകുന്ന വേദനയല്ല അത്. എല്ലാ പ്രയാസങ്ങളിലൂടെ ജീവിതത്തിൻ്റെ അവസാനം കാണുന്ന അവസ്ഥയിലേക്ക് അമ്മമാരെ എത്തിക്കുന്ന ആ നിമിഷങ്ങൾ ഒരുപക്ഷെ
ഏത് കുഞ്ഞിനും ആ ഒരൊറ്റ നിമിഷം ചിന്തിച്ചാൽ അമ്മയെ മറക്കാൻ കഴിയില്ല. അമ്മയില്ലാതെ ഒന്നിനെയും കുറിച്ചും ചിന്തിക്കാൻ കഴിയാത്ത, നേരത്തെ സാറ് പറഞ്ഞതുപോലെ എല്ലാ സംരക്ഷണവും ഒരുക്കുന്ന, എല്ലാ ദുഃഖത്തിലും നമ്മളെയൊക്കെ സഹായിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ജന്മത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളോട് അന്ന് ചോദിച്ചതുപോലെ ലോകത്ത് ആദ്യത്തെ സ്ഥാനം ആർക്കാണ്? പറയൂ, ലോകത്ത് ആദ്യത്തെ സ്ഥാനം ആർക്കാണ്? ആർക്ക്? അമ്മയ്ക്ക്. രണ്ടാമത്തെ സ്ഥാനം അമ്മയ്ക്ക്. മൂന്നാമത്തെ സ്ഥാനം അതും അമ്മയ്ക്ക്. നാലാമത്തെ സ്ഥാനം അതും അമ്മയ്ക്ക്. അഞ്ചാമത്തെ സ്ഥാനമോ അതും അമ്മയ്ക്കാണ്. പഞ്ചഭൂതങ്ങളെയും ആവാഹിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ ജ്വലിപ്പിച്ച് മനുഷ്യരൂപത്തിലാക്കിയ അമ്മയ്ക്കാണ്. ആറാം സ്ഥാനം അച്ഛനും, ഏഴാം സ്ഥാനം ഗുരുവിനും, എട്ടാം സ്ഥാനം ദൈവത്തിനുമാണ്. ഭാര്യയൊന്നും ജീവിതത്തിലൊന്നുമല്ല, അതൊക്കെ താൽക്കാലികമാണ്. രണ്ട് കുഞ്ഞുങ്ങളായാൽ പിന്നെ എന്ത് ഭാര്യ? അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ പറയാം. ഞാൻ പറഞ്ഞത് TNS ഒരമ്മ എന്നതാണ് നമ്മുടെ വിഷയം. അത് നമുക്ക് പിന്നീടൊരു ദിവസം സംസാരിക്കാം, മറ്റേ വിഷയം. അമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ രണ്ട് ചുണ്ടും കൂട്ടുമുട്ടും, അല്ലേ? അച്ഛൻ എന്ന് വിളിച്ചാൽ ചുണ്ട് കൂട്ടുമുട്ടുമോ? ഇല്ല. അതാണ് വ്യത്യാസം. ആ വ്യത്യാസം കൊണ്ടാണ് അമ്മയ്ക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ആ പ്രാധാന്യം കൊണ്ടാണ് TNS ഒരമ്മ എന്ന സ്ഥാനത്തേക്ക് കരുതണം എന്ന് പറയാൻ ഇടവന്നത്. ഒരു സ്വന്തം കുഞ്ഞിനേക്കാൾ, പെറ്റമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ, കിട്ടുന്ന 4-5 മണിക്കൂർ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തീർച്ചയായും ഈ സ്കൂൾ മെനക്കെടുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ശക്തി ഞങ്ങളുടെ പേരൻസാണ്. എല്ലാ വിഷമങ്ങളും, വ്യക്തിപരമായും അല്ലാതെയുമുള്ള എല്ലാ വിഷമങ്ങളും ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന, ഈ സ്കൂളിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു വലിയ സംഘമാണ് നമ്മുടെ പേരൻസ്. അതോടൊപ്പം നമ്മളെ സഹായിക്കുന്ന പല ആളുകളും നമ്മളോടൊപ്പം ഇന്ന് വന്നിട്ടുണ്ട്. അതിൽ ചില ആളുകളെ എങ്കിലും പേരിനെങ്കിലും ആദരിക്കാതെ പോകുന്നത് ശരിയല്ല. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ നടന്ന ഒറേറ്റർ മത്സരത്തിൽ നിങ്ങളൊക്കെ മാർക്കിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂനിയർ ഒറേറ്റർ വിന്നറായിട്ട് അനന്തകൃഷ്ണനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അനന്തകൃഷ്ണൻ സ്റ്റേജിലേക്ക് വരൂ. എല്ലാ കുട്ടികൾക്കും ഇതിന് അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. അതിൽ ഒരേറ്റർ സീനിയർ വിങ്ങർ ഹൃദ്യ പ്രവീൺ, ഈ ഒറേറ്റർ മത്സരത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കൊക്കെ പ്രസംഗിക്കാൻ വലിയ കൊതിയുണ്ടായിരുന്നു. പലപ്പോഴും അവസരം കിട്ടുമായിരുന്നില്ല. കാരണം ഞങ്ങളെക്കാൾ മിടുക്കന്മാരും കാശുള്ളവരുടെ മക്കളുമൊക്കെയാണ് സ്കൂളിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കുള്ള അവസരം വളരെ കുറവായിരുന്നു. പിന്നെ വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമാണ് പ്രസംഗിക്കാൻ പഠിച്ചത്. അതുകൊണ്ടത് എല്ലാ കുട്ടികൾക്കും കൊടുക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഇത്തരം ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. അതുപോലെ ഈ വർഷം സ്കൂളിലുണ്ടായ ഒരു പ്രയാസപ്പെട്ട ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ എല്ലാവരോടും ഞാൻ സഹായം ചോദിച്ചിരുന്നു. ആ സഹായം എത്തിച്ചു തന്ന പ്രിയപ്പെട്ട ചില പേരൻസിന് സർവീസ് എബോവ് സെൽഫ് അവാർഡ് കൊടുക്കുകയാണ്. ആദ്യം സുബ്രഹ്മണ്യം സാറ്, പ്ലീസ് കം. ഹെഡ് ബോസ് ആ സമയത്ത് കൈ വലിയ കാശുണ്ടായിരുന്നു. ഹെഡ് ബോസ് ഇവിടെ എങ്ങനെ ഉണ്ടോ? അമ്മ വരാൻ പറയും. അമ്മയും അച്ഛനും കൂടെ ഒരുമിച്ച് ആലോചിച്ചിട്ടാണ് അവരുടെ പേഴ്സണൽ സേവിങ്സിലെ കാശെടുത്ത് തന്നു. എപ്പോഴെങ്കിലും തിരിച്ചു തന്നാലും കുഴപ്പമില്ല, തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ്. ലക്ഷ്മി സൂരജിൻ്റെ അച്ഛൻ
ഒരു ബുദ്ധിമുട്ടുള്ള കാലം. എന്നാലും എന്നോട് പറഞ്ഞു ഞാനങ്ങ് സഹായിക്കുകയാണ്, ബാക്കി നമുക്ക് കണക്ക് പിന്നെ നോക്കാം. അത് മീര ടീച്ചർ വന്ന് വാങ്ങുക, ഇല്ലെങ്കിൽ മോനുണ്ടോ? ആ മോൻ കരുവാ പ്ലീസ്. ഇത് വെളിയിൽ പറയണമെന്ന് പറഞ്ഞ് സഹായിച്ചിരിക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ട് കാര്യം പറയണില്ലേ. ഇനിയുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിലല്ല എന്ന് കരുതുന്നവരുടെ ഒരു സംഘടനയുണ്ട്, കേറ്റൽ. ഈ ഇവിടുത്തേക്കുള്ള ഇലക്ട്രിക് സാധനമൊക്കെ മേടിക്കുന്നത് ഭാസ്കര ഇലക്ട്രിക്സ് ആണ്. നമ്മൾ മേടിക്കുന്ന എല്ലാ സാധനങ്ങളും ഭാസ്കര ഇലക്ട്രിക്കൽസിൽ സാധനങ്ങളാണ്. ഈ വർഷം നിങ്ങൾ ഒരു സഹായം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ നമ്മളിരിക്കുന്ന പുതിയ 100 കസേര വാങ്ങിച്ചതിൽ ഒരു ഷെയർ അവരുടെ വകയാണ്. അത് സമ്മാനിക്കാൻ ആ സഹായം ചെയ്യാൻ തീരുമാനിച്ചത് നമ്മുടെ പഴയ പ്രിൻസിപ്പൽ ഹേമ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് അവിടെ ഭാരവാഹിയായിട്ടുണ്ട്. പ്രിയപ്പെട്ട രാജശേഖരനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇനിയും കുറേ കാര്യങ്ങൾ പറയാൻ ഉണ്ട്, എന്നാലും തൽക്കാലം അത് പറയുന്നില്ല. നമുക്ക് പ്രയാസങ്ങളിൽ ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറയുന്നു. വയസ്സായാലെങ്കിലും വയസ്സാവണ്ടേ എന്നുള്ളത് കൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. നിങ്ങളൊക്കെ മാർക്കിട്ടതിൽ 1 മാർക്കിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അഖിലേഷ് ബിനുവിന് 1ാം സമ്മാനം പോയത്. പക്ഷേ യഥാർത്ഥത്തിൽ അഖിലേഷ് ബിനുവിന് അതിനും മുകളിലുള്ള സമ്മാനം കൊടുക്കേണ്ടതാണ്. അത് ചീഫ് ഗസ്റ്റ് അവസാനം സമ്മാനിക്കും. ഈഗിൾ ലീഡർ, ഈ വർഷത്തെ ഈഗിൾ ലീഡർ അവാർഡ് അഖിലേഷ് ബിനുവിനുള്ളതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നല്ല ദിവസത്തിൽ ഇവിടെ ഒത്തുകൂടിയ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബെന്നി സാറാണ്. ബെന്നി സാറിനെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ഇന്ന് വല്ലാതെ അനുമോദിക്കേണ്ട ഒരു ദിവസമാണ്. കാരണം അത് നമ്മുടെ ഭാഗ്യമായിരിക്കും. ചിലപ്പം നമ്മുടെ കൂടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ഡയറക്ടറായി ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തെ തീർച്ചയായും നമുക്ക് ആദരിക്കാം. അതുപോലെ തന്നെ നമ്മളോടൊപ്പം നമ്മുടെ സുശീലാദേവി അമ്മയുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റും തന്നെയുള്ള ഒരുപാട് കലാകാരന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗായികയാണ്. ആ അമ്മയെ നമുക്ക് പാട്ടുപാടി തരുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.